ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അമ്മ ഇവിടെ ഉള്ള ദിവസമാണ് കേട്ടോ. ഇന്നലെ അമ്മ വന്നു. ആ വ്ളോഗ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലെങ്കിൽ ആ വ്ളോഗ് നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ വ്ളോഗ് താല്പര്യമുള്ളവർക്ക് കയറി കാണാം. അപ്പോൾ രാവിലെ നീലുട്ടനും അച്ഛനും കൂടെ പോയി കടയിലൊക്കെ പോയി കേട്ടോ. കുറച്ച് ചീനിയും ബീഫും ഒക്കെ വാങ്ങിക്കാനായിട്ട് പോയത്. ഞായറാഴ്ചയല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കാർക്കൂന്തലൊക്കെ ഒന്ന് ചീകി കെട്ടി വെക്കാമെന്നൊക്കെ വിചാരിച്ചേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറയുമായിരുന്നു. നീലേട്ടനായിട്ട് കളിക്കുകയും കാര്യം പറയുകയും അവൻ്റെ ന്യായങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അമ്മ ഇന്ന് പോവും കേട്ടോ. ദേ വന്നു ദേ പോയി എന്നുള്ള അവസ്ഥയാണ്. അമ്മ ഒരു വീട്ടിലായിട്ട് ജോലിക്ക് നിൽക്കുക. അപ്പം മാസത്തിൽ ഒരു ശനിയും ഒരു ഞായറും അവധി കൊടുക്കും അമ്മയ്ക്ക്. അപ്പോൾ അമ്മ ശനിയാഴ്ച രാവിലെ വന്നിട്ട് ഞായറാഴ്ച ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങും. എന്നാലേ ഇവിടുന്ന് ഒരു 1-1.5-2 മണിക്കൂർ കഴിയും അങ്ങെത്താനായിട്ട്. അത്രയും ദൂരമുണ്ട്, അത്രയും സമയം എടുക്കും. അപ്പോൾ അത്രയും നേരത്തെ ഇറങ്ങിയേ പറ്റത്തുള്ളൂ ഇവിടുന്ന്. അപ്പോൾ ശനിയാഴ്ച ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇറങ്ങും അമ്മ. അപ്പോൾ അതാ അമ്മ ചോറൊക്കെ കഴിച്ച് പിന്നെ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ കൊണ്ടുവന്നു. ചക്കയും അതും ഇതും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോഴും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൊണ്ട് പോകും. അതും എടുക്കാനായിട്ട് നീലൂട്ടനോട് പറഞ്ഞതാട്ടോ. അപ്പോൾ നീലൂട്ടൻ അത് എടുക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ നടക്കുന്നില്ല. അയാൾ എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അത് അമ്മ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുക കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടായും നീലൂട്ടനും കൂടെ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് അവിടം വരെ കൊണ്ട് കൊടുക്കാനായിട്ട് ഇവിടെ നിന്ന് നേരെ തമ്പാനൂർ പോയിട്ട് അവിടെ നിന്ന് നേരെ പോകും കേട്ടോ. അമ്മ കൊട്ടാരക്കരയാണ് പോകുന്നത്. അപ്പം ഞങ്ങളും കൂടെ പോകാനായിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. നീലുട്ടൻ ഇനി ഉടുപ്പൊക്കെ ഒന്ന് മാറി വേറെ ഉടുപ്പൊക്കെ ഒന്ന് ഇടണം. അപ്പോൾ ഇന്നലെ വന്നിട്ട് അമ്മ ഇന്ന് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോവാന്നേ. ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ ബീഫ് കറിയും ചീനി വേവിച്ചതും ചോറുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. സമയം കിട്ടില്ല. ഷടപടിയെന്ന്. അപ്പോൾ പോകും വഴി എനിക്കൊരു പാഷൻ ഫ്രൂട്ട് കിട്ടി കേട്ടോ. അപ്പോൾ അതും എടുത്തു കയ്യിലിട്ടു. അമ്മയുടെ സഞ്ചിക്ക് അതോട്ടിട്ടു. ഇവിടെ അങ്ങനെ കഴിക്കത്തില്ല. നീലൂട്ടന് അത് ചെറിയ പുളിപ്പായത്, നല്ല പഴുത്തതല്ലായിരുന്നു. പുളിപ്പായതുകൊണ്ട് അവൻ കഴിക്കത്തില്ല. പക്ഷേ അമ്മയ്ക്ക് കഴിക്കാം. അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. പുളിയുള്ള സാധനമല്ലേ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. നീലൂട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു അമ്മൂമ്മ പോയപ്പോഴും. അങ്ങനെ അമ്മൂമ്മയുടെ കയ്യിൽ കയറി അമ്മൂമ്മയുടെ കയ്യിലിരിക്കുക കേട്ടോ. അമ്മൂമ്മയുടെ കൂടെ പോവാന്ന് ഉള്ള ഇതിലാണ് ഇരിക്കുന്നത്. പക്ഷേ ആളിനെ അറിയത്തില്ല അമ്മൂമ്മ മാത്രമേ പോകുന്നുള്ളെന്ന്. അങ്ങനെ ബസ് വരുമ്പോൾ ബസ്സിലോട്ട് ശ്രദ്ധിച്ചോട്ട് നിൽക്കും ആൾ. അത് കഴിഞ്ഞ് അമ്മൂമ്മ കയറി കഴിയുമ്പോഴാണ് നീലൂട്ടൻ കാണുന്നത് അമ്മൂമ്മ പോകുന്നത്. അന്നേരം തൊട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി നീലൂട്ടന്. അമ്മൂമ്മ പോയപ്പോൾ അമ്മൂമ്മയുടെ കൂടെ പോകാൻ വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു. എന്തായാലും പിന്നെ തിരിച്ച് വന്നപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് ന്യായമൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്ന് വീട്ടിലോട്ട്. പക്ഷെ എന്നാലും സങ്കടം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് കളിക്കുക കേട്ടോ. അവിടെ നിന്ന് കുറച്ച് നേരം കളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരും കേട്ടോ. അമ്മയെ ബസ് കയറ്റിയിട്ടിട്ട് നീലൂട്ടൻ ഭയങ്കര സങ്കടമായി കേട്ടോ. നീലൂട്ടൻ്റെ മുഖം കണ്ടോ ഇരിക്കുന്നത്. ഭയങ്കര സങ്കടമായി. വിഷമിച്ച് വരുമോ. കരഞ്ഞ് ഒരുമാതിരിയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടെത്തി. പിന്നെ ആളിനോട് ഓരോന്നൊക്കെ പറഞ്ഞ് വിഷമമൊക്കെ മാറ്റിയെടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വിശേഷം എന്ന് പറഞ്ഞാൽ അമ്മ തിരിച്ചു പോയി. ഇനി അടുത്ത മാസം നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത്. ടാറ്റാ ബൈ ബൈ. സീ യു.